എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയൽ നഴ്സ് സ്റ്റോറീസ് ജീഷ്മ. ഇന്നത്തെ വീഡിയോയിൽ 250 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് LBS ത്രൂ നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുമോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനാണ് തരാൻ പോകുന്നത്. അപ്പോൾ 280 മാർക്കുള്ള കുട്ടിക്ക് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഏതൊക്കെ കോളേജസിലാണ്, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 250 മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമല്ല, അതിൽ കുറവ് മാർക്കുള്ളവർ കുട്ടികൾക്കും ഞാൻ പ്രീവിയസ് 2025 റാങ്ക് ലിസ്റ്റും അലോട്ട്മെൻറ്റ് ലിസ്റ്റും കൂടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത്, അതിൽ പല കോളേജസിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാർക്കാണ്, ഏകദേശം ആ മാർക്കിൽ ഏതൊക്കെ കോളേജസിൽ കിട്ടും, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ റാങ്ക്, കട്ട് ഓഫ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇതിനെപ്പറ്റി കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തിങ്, 250 മാർക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 93% മാർക്കാണ്. അപ്പോൾ ഈ മാർക്കിലുള്ള കുട്ടിക്ക് സീറ്റ് കിട്ടുമോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഏത് മാർക്കായിക്കോട്ടെ ആ മാർക്കിലുള്ള ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുമോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 മെയിൻ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ സെയിം മാർക്ക്, അതായത് നിങ്ങളുടെ മാർക്ക് 250 മാർക്കോ 300 മാർക്കോ ഏത് മാർക്കാണെങ്കിൽ സെയിം മാർക്കുള്ള ഒരുപാട് കുട്ടികളെ കാണാം. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ വരുമ്പം ഓർഡറിൽ വരുന്നത്, ആ റാങ്ക് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് ആദ്യം പറയാം. അപ്പം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 മാർക്സിൻ്റെ ഇൻഡെക്സ് മാർക്കാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടെ കൺസിഡർ ചെയ്യും. അതായത് ഇപ്പം ഇംഗ്ലീഷിന് കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് ആദ്യത്തെ റാങ്കിൽ ആദ്യത്തെ ചാൻസ് ഉണ്ടാവും. ഇപ്പോൾ അത് എല്ലാ സബ്ജക്റ്റിനും കൂടെ 300 മാർക്സ് ഫുൾ മാർക്കുള്ള കുട്ടിക്ക്, ഒരു ഇംഗ്ലീഷിൽ 100 മാർക്കുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആദ്യം ചാൻസ്. പിന്നെ അതിൽ താഴെയുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ച് അവരുടെ ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്സ് നോക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. സോ നിങ്ങളുടെ മാർക്കല്ല നോക്കേണ്ടത്, റാങ്കാണ് ഫൈനലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നിങ്ങളിപ്പം LBS ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് LBSൽ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ റാങ്കാണ് നിങ്ങൾ ഫൈനലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അടുത്തത് കാറ്റഗറി. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ റിസർവ്ഡ് കാറ്റഗറി ആണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷനെ അത് തീർച്ചയായും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കോളേജ് ടൈപ്പ്, നിങ്ങൾ ഏത് കോളേജാണോ ഓപ്റ്റ് ചെയ്യുന്നത്, ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജസ്, അതായത് CPAS, സിമെറ്റ്, കേപ്പ് കോളേജസ്, അസീസിയ കോളേജസ് ഒക്കെ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജസ് ആണ്. ഇത് പല ജില്ലകളിലുണ്ട്. അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കൂടാതെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസ്, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നിങ്ങളെ അലോട്ട്മെൻറ്റിനെ, അഡ്മിഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 280 മാർക്കുള്ള ഒരു കുട്ടി ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആ കുട്ടിക്ക് 93% മാർക്കാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2025 LBS നഴ്സിംഗ് അലോട്ട്മെൻറ്റ് അനുസരിച്ച് ഒട്ടുമിക്ക ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലും 295+ മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആലപ്പുഴ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ 80 സീറ്റാണ് അവിടെ ടോട്ടൽ അവിടെ കൊടുത്തത്. അതിൽ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത് 296.67 മാർക്കുള്ള, അതായത് 2140 റാങ്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് അലോട്ട്മെൻറ്റ് കൊടുത്തത്. SC/ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ 256 മാർക്ക് വരെയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ SD, അതായത് സെർവിങ് ഡിഫൻസ് പേഴ്സൺ, ഈ മിലിറ്ററിയിലൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരുടെ കുട്ടികൾക്കുള്ള റിസർവേഷനാണ് SD റിസർവേഷനിൽ 282 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പരിയാരം, അതായത് കണ്ണൂരുള്ള പരിയാരം മെഡിക്കൽ നഴ്സിംഗ് കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ ലാസ്റ്റ് ചാൻസ് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റ് കുട്ടികളുടെ മാർക്ക് 299.17 മാർക്കായിരുന്നു. മുസ്ലിം 295.84 ST കാറ്റഗറിയിൽ 216 മാർക്കിന് അവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് 49,000+ റാങ്കുള്ള കുട്ടിക്ക് SC കിട്ടിയിട്ടുണ്ട്. പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്
അങ്ങനെ PD കാറ്റഗറിയിൽ വരുന്ന 194 മാർക്ക് മാത്രമുള്ള കുട്ടിക്ക്, അതായത് 59,000+ റാങ്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പരിയാരത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട, അവർക്ക് വേണ്ടിയിട്ടുള്ള കോളേജസിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത്രയും ഡാറ്റാസ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ ഇൻഫർമേഷൻസ് എത്തിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് 280 ആ റേഞ്ചിൽ മാർക്കുള്ള കുട്ടികൾ, അല്ല അതിന് കുറച്ച് മാർക്ക് കുറവ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കുറച്ച് ലിസ്റ്റ് ഓഫ് കോളേജസ് നിങ്ങളുടെ ഓപ്ഷനിൽ വെക്കണം. അതിന് എക്സാമ്പിളാണ് അസീസിയ കോളേജ്. അസീസിയ കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ മാർക്ക് ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷൻ കിട്ടിയ റാങ്ക് 276.6 മാർക്കുള്ള കുട്ടിക്കായിരുന്നു. 276.6 മാർക്കുള്ള കുട്ടിക്ക്. അപ്പം 280 താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഓപ്ഷൻ വെക്കാൻ, ആ റേഞ്ചിൽ മാർക്കുള്ള കുട്ടികൾക്കൊക്കെ ഓപ്ഷൻ വെക്കാൻ പറ്റിയൊരു കോളേജാണ് അസീസിയ കോളേജ്. പിന്നെ അവിടെ LC കാറ്റഗറിയിലുള്ള കുട്ടിക്ക് 262 മാർക്സ് ഉള്ള കുട്ടിക്ക് 21,000+ റാങ്ക് ആയിരുന്നു ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ST കാറ്റഗറിയിൽ 234 മാർക്കുള്ള കുട്ടിക്ക്, അതായത് 39,000+ റാങ്കുള്ള കുട്ടിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. SC 264 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ നടന്ന അഡ്മിഷൻ. അടുത്തത് കേപ്പ് കോളേജ്. ഇത് ഓരോ കാറ്റഗറിയിലുള്ള കുറച്ച് കോളേജസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. പിന്നെ കേപ്പ് കോളേജസ് ആറന്മുളയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റേറ്റ് മെറിറ്റിൽ നടന്നത് 270 മാർക്കുള്ള കുട്ടിക്കാണ്. അതായത് 16,000+ ഉള്ള കുട്ടിക്കാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കേപ്പ് കോളേജ് ആറന്മുളയിൽ നടന്നത്. കേപ്പ് കോളേജസും CPAS കോളേജസും ഒക്കെ പല ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓരോ കോളേജിലും അഡ്മിഷൻ ഓപ്ഷൻ വെക്കാം. പിന്നെ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് അലോട്ട്മെന്റ് ആ കോളേജ് കേപ്പ് കോളേജ് ആറന്മുളയിൽ നടന്നത് 262.5 മാർക്കുള്ള കുട്ടിക്കാണ്. അതായത് 21,000+ റാങ്കാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ മുസ്ലിം കാൻഡിഡേറ്റ് വന്നപ്പോൾ 258 മാർക്കുള്ള കുട്ടിക്ക് കിട്ടി. കുടുംബി റിസർവേഷനുള്ള കുട്ടിക്ക് 230 മാർക്ക് മാത്രമുള്ള കുട്ടിക്ക് കിട്ടി. SC കാറ്റഗറിയിൽ 244 മാർക്ക് മാത്രം, അതായത് 32,000+ റാങ്കുള്ള കുട്ടിക്കൊക്കെയാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. പിന്നെ സിമറ്റ് കോളേജസിലൊക്കെ 269, 265+ മാർക്കുള്ള കുട്ടികൾക്കൊക്കെ കൂടുതലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ CPAS കോളേജ് കൊട്ടാരക്കര, അവിടെ ലാസ്റ്റ് 8 മാർക്കുള്ള കുട്ടിയായിരുന്നു. റാങ്ക് 10,000+ ആയിരുന്നു. മുസ്ലിം 262.49, ആ മുസ്ലിം കാൻഡിഡേറ്റിന് 21,000+ റാങ്ക് ആയിരുന്നു. പിന്നെ ST 194 മാർക്ക് മാത്രമുള്ള കുട്ടി, അതായത് 59,000 റാങ്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അൽഫോൺസ കോളേജ് ഇടുക്കി, അത് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് അലോട്ട്മെന്റ് നടന്നത് 258.34, അതായത് 23,000+ റാങ്കുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ നടന്നത്. മുസ്ലിം കാറ്റഗറിയിൽ 251 മാർക്കുള്ള കുട്ടി, അതായത് 28,000+ റാങ്കുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ SC 245 മാർക്കുള്ള കുട്ടി, 32,000+ ആയിരുന്നു ആ കുട്ടിയുടെ റാങ്ക്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 295+ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണെങ്കിൽ, 290+ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാ ഗവൺമെൻറ് കോളേജസിലും ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ LBS അഡ്മിഷൻ ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇനി 270, 260+ മാർക്കുള്ള, അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്, 260+ മാർക്കുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ ഗവൺമെൻറ് അണ്ടറിലുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജ്, സിമറ്റ്, SME, CPAS, കേപ്പ്, അങ്ങനത്തെ അസീസിയ കോളേജ്, അങ്ങനത്തെ കോളേജസിലൊക്കെ ഓപ്ഷൻ വെക്കണം.
പിന്നെ അതിൽ കുറഞ്ഞ മാർക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് കോളേജിൽ, അപ്പം നിങ്ങൾ വിചാരിക്കും പോപ്പുലർ ആയിട്ടുള്ള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ നല്ല റാങ്ക്സ് ഉള്ള കുട്ടികളെയാണ് എടുത്തത്. 290+ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മുടെ മിംസ് അങ്ങനത്തെ കോളേജസ്, അൽഷിഫ, മൗലാന കോളേജ് അങ്ങനത്തെ കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ല പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ കിട്ടാനും നല്ല റാങ്ക് വേണം. പക്ഷേ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, 30,000+ ഒക്കെയുള്ള റാങ്കിലുള്ള സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൽ ജനറൽ കാറ്റഗറിക്ക് ചില കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് സ്പോട്ട് അഡ്മിഷനാണ്. ലാസ്റ്റ് ഇയറിലെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജാനുവരി മന്ത് ആയപ്പോൾ 2026 ജാനുവരി മന്ത് ആയപ്പോഴേക്കും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തിയിട്ട് കുറേ കുട്ടികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴേക്കും ഓൾറെഡി കുറേ കുട്ടികളൊക്കെ മറ്റുള്ള കോളേജിൽ വേറെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പുറത്ത് പഠിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലക്ക് ഫാക്ടർ എവിടെയാണെന്ന് അറിയില്ല, അങ്ങനെയും കുറേ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിങ്ങളുടെ ഡിസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പിന്നെ തീർച്ചയായും നിങ്ങൾ ഓപ്ഷൻ വെക്കുമ്പോൾ എത്രത്തോളം കോളേജസ് ഓപ്ഷൻ വെക്കാൻ പറ്റുമോ അത്രയും കോളേജ് ഓപ്ഷൻ വെച്ച് കൊടുക്കുക. അപ്പം എവിടെയെങ്കിലും കോളേജിൽ കിട്ടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽസിൽ വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ലക്ക്.